കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്കായി കൊടുത്തുവിടാൻ സാധിക്കുന്ന ഒരു കുക്കിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ചോക്ലേറ്റ് ബട്ടർ കുക്കി. ചോക്ലേറ്റ് താല്പര്യമുള്ളവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കിയാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ thecoffeemug. ആദ്യം കുക്കി ഉണ്ടാക്കുന്നതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് സോഫ്റ്റായ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കണം. ഏകദേശം ഒരു 40 സെക്കൻഡൊക്കെ മതിയാവും ക്രീം പരുവത്തിലായി കിട്ടാൻ. ഇലക്ട്രിക് ബീറ്ററിന് പകരം വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി, പക്ഷെ കുറച്ച് സമയമെടുക്കും ക്രീം പരുവത്തിലായി കിട്ടാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 5 മിനിറ്റോളം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. ഇടയ്ക്ക് സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കാട്ടോ. കുക്കി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട പാത്രങ്ങളിലും ബീറ്ററിൻ്റെ ബ്ലേഡിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ആകരുത്. പൊടികളൊന്നും കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സ്പാറ്റില വെച്ചും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. അവസാനം നമുക്ക് കൈ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഞാനിവിടെ മൊത്തം 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഓവറായിട്ട് കുഴയ്ക്കരുത്. ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഓവൻ 175 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഡോ എടുത്തിട്ട് നന്നായി ഉരുട്ടിയെടുക്കാം. ഇനിയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് വരഞ്ഞു കൊടുക്കണം. ഇതിന് ഒരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഫോർക്കിൽ കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടാതിരുന്നുകൊള്ളും. ഇനി ഇത് ബട്ടർ പേപ്പർ വിരിച്ച് ബേക്കിംഗ് ട്രേയിലേക്ക് അടുക്കാം. ബാക്കിയുള്ളതും കൂടി ഷേപ്പ് ചെയ്ത് 1 ഇഞ്ച് അകലം ഇട്ട് അടുക്കി വയ്ക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 175 ഡിഗ്രി സെൽഷ്യസിൽ 18 മുതൽ 20 മിനിറ്റ് വരെയാണ് ഈ കുക്കിയുടെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ചും കുക്കിയുടെ സൈസ് അനുസരിച്ചും ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ കുക്കിയെല്ലാം നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് 20 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ വയറാക്കിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കിയാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്